ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു ഫുൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആരെയും കാണാൻ വേണ്ടി സാധിക്കുന്നത്. താഴെ നിങ്ങൾക്ക് ഒരു നീല ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു നീല ഇമേജ് സെലക്ട് ചെയ്യും. പക്ഷേ കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സ്റ്റാർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്യും. ശേഷം മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെന്ന് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്ക് ഞാനിവിടെ 3 ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ഒരു നീല ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഇവിടെ ആയിട്ട് കാണുന്ന ഈ സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സിൽ ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ ആ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു നീല ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കിയ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെന്ന് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആഡ് ആയതിനു ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിൽ ഡ്രാഗ് ചെയ്ത് ഇതേപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇതേപോലെ തന്നെ മൂന്നാമത്തെ ആ ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. മൂന്നാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നീല ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു നീല ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഇവിടെ നിന്ന് ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെന്ന് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യും. ശേഷം ആ ഒരു ബോക്സിൽ ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. അപ്പോൾ അവിടെ ഒരു നീല ഇമേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കിയ സെലക്ട് ചെയ്യുക. പക്ഷേ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മൂക്കണമെന്ന് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മൂക്കണമെന്ന് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.